ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിന്റെ അടുത്ത് ഒന്നുകൂടി ഓർക്കാം. എന്തായിരുന്നു? തെർമോഡൈനാമിക്സിന്റെ റിവിഷൻ ആണ് ചെയ്തത് അല്ലെ? ആ റിവിഷൻ ചെയ്ത സമയത്ത് പറഞ്ഞു ആദ്യം നമ്മള് മെയിൻ ആയിട്ട് എന്തായിരുന്നു? കണ്ടന്റ് അല്ലെ? അതിന്റെ ടെക്സ്റ്റ് ബുക്കില് കണ്ടന്റിന് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞു. ആ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്തൊരു ലോ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? SS ലോ. എന്തായിരുന്നു SS ലോ? എല്ലാവരും കൊണ്ട് പറയിപ്പിക്കുക ചെയ്തേ കേട്ടോ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ തല്ലുള്ളൂ കേട്ടോ. ഓക്കെ, എന്തായിരുന്നു? സം ഓഫ് അല്ല, സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ദി സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഇന്റർമീഡിയറ്റ്. ഏറ്റവും ഷോർട്ട് ആയിട്ട് പറഞ്ഞ വേർഡാണത് കേട്ടോ. ഓക്കെ, കിട്ടണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടോ. അപ്പൊ നമുക്ക് ആ തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. റിപ്പീറ്റ് ചെയ്യണം വീട്ടിൽ പോയിട്ട്. മനസ്സിലായി? നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടന്റ് മനസ്സിലായി, നിങ്ങൾക്ക് പറയാൻ പറ്റി. പക്ഷെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ ചാപ്റ്ററിന്റെ റിവിഷൻ കൊണ്ടുപോകേണ്ടത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് അതിൽ എന്തായിരുന്നു? എല്ലാ ഇക്വേഷൻസ് നോക്കി. ആ ഇക്വേഷൻസ് ബേസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ? അതാ ചെയ്ത് പോയത്. എൻട്രോപ്പി എന്തായിരുന്നു ഡെഫിനിഷൻ? റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം അല്ലെ? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ Q പ്ലസ് W അല്ലെ? ഓക്കെ, അത് കഴിഞ്ഞ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ആണോ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി കേട്ടോ. ഓർത്ത് നോക്കാം. ആ ഇക്വേഷനെ ഡെൽറ്റ ജിയും ഇതൊക്കെ കൂടി മിക്സ് ആക്കി കേട്ടോ. ഓക്കെ, ദെൻ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി കേസി. വേറൊരു ഇക്വേഷൻ ഉണ്ട് ഡെൽറ്റ ജി ഈക്വൽ ടു. അതിന്നാണ് കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. മറ്റേ ഇക്വേഷൻ ഇക്വിലിബ്രിയത്തിൽ നിന്നും ഇതും കൂടി മിക്സ് ചെയ്ത് വരും. ഡെൽറ്റ ജി ഈക്വൽ ടു ഇയാൾ പറഞ്ഞേ. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ചാണ്, ബോർഡിൽ എഴുതിപ്പിച്ചാണ്, നിങ്ങൾ എഴുതിയതാണ്. എന്നിട്ട് ഇന്ന് വരുമ്പോൾ ഇത്രയും ഫേഡായ ഒരാഴ്ച കൂടി കഴിഞ്ഞ് എന്താണ് അത് കേട്ട പോലും ആവില്ല. നിങ്ങൾ ഓർത്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം എപ്പോഴും എന്നല്ല, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലാണ് ഇപ്പൊ ഒന്ന് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ടീച്ചർ വരുന്നു, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാലില്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 2 മിനിറ്റ് റൂൾ എങ്കിലും ഫോളോ ചെയ്യണം. 2 മിനിറ്റ് റൂൾ അതൊക്കെയാണ് നമുക്ക് ഒപ്പ് ചെയ്യാൻ പറ്റുക. ആ 2 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ എടുക്കാതെ ഇത് എങ്ങനെയാണെന്ന് മറച്ചു നോക്കുക. ഏകദേശം ഒരു ഐഡിയ അങ്ങനെ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവണം. അതർവൈസ് അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയി പോകും. നിങ്ങൾക്ക് പോവും പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓർഡറിലാവണം കേട്ടോ. ഈ ചാപ്റ്റർ ഓർഡറിലല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയിപ്പിച്ചേ. എന്നിട്ട് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുമ്പോൾ ഇക്വേഷൻസ് കിട്ടിയില്ലെങ്കിൽ അവിടെ തീർന്നു നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ദെൻ ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? ക്യൂ ആണ്. ഡെൽറ്റ ജി അല്ല. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് കണ്ടോ. ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണത്? എക്സോതെർമിക് കേട്ടോ. ക്യൂ പോസിറ്റീവ് ആയ എൻഡോതെർമിക്. W പോസിറ്റീവ് ആയാൽ എന്താണ്? W പോസിറ്റീവ് ആയാൽ എന്താ? W വർക്കാണ്. വർക്ക് പോസിറ്റീവ് ആയ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. W നെഗറ്റീവ് ആയ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. Then CP minus CV equal to R. CP minus CV equal to R. What do you mean CP? Constant pressure. CV constant volume. അല്ലേ? ഓർത്ത് നോക്കാം. Then W is equal to minus P delta V. അല്ലെ? അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു. W is equal to minus P delta V. അതിന്റെ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. കേട്ടോ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ
ഇക്വിലിബ്രിയം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടണം. ഓർഡറിൽ ആ ചാപ്റ്റർ ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിനുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യാം. ഫുൾ പോർഷൻ അല്ലേ? ആ പകുതി വരെ ഉള്ളൂ. ഇക്വിലിബ്രിയത്തിന് എവിടെ വരെ ഉണ്ട്? അയണിക് ഇക്വിലിബ്രിയം അവിടെ വരെ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ വരെയുള്ള കാര്യങ്ങൾ നോക്കാം. അയണിക് ഇക്വിലിബ്രിയത്തിൽ എവിടെ വരെ? അരീനസ് ഇക്വേഷൻ ഉണ്ടോ? അതാണ് ചോദിച്ചത്. അതെല്ലാം അയണിക് ഇക്വിലിബ്രിയം ആണ്. ആക്ച്വലി ബ്രാൻസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് അതിന് മുമ്പ് വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അവിടെ വരെ ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് വല്ല എക്സാമിന് ഉണ്ടോ? പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ പേരൊന്ന് എഴുതിയ കേട്ടോ. ആ സ്റ്റഡി മെറ്റീരിയൽ എടുത്തേക്കുന്ന ആൾക്കാരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നേക്കുന്ന കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ കോൺസെപ്റ്റ് മാപ്പ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്? ഈ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് നിങ്ങൾ ഓർഡറിൽ കിട്ടണം. ആ കണ്ടന്റ് നിങ്ങൾക്ക് ഓർഡറിൽ കാണാതെ പറയാൻ പറ്റണം കേട്ടോ. ഇതിൽ സം ബേസിക് കൺസെപ്റ്റ് ആണ്, ഇതിൽ എന്തൊക്കെയുണ്ട് മെയിൻ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ കൺസെപ്റ്റ് മാപ്പ് നിങ്ങൾക്ക് ഓർഡറിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം, പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്കൂളൊന്ന് എഴുതിയ കേട്ടോ. അയാൾ എഴുതുമ്പോ ഓക്കെ ആയിക്കോളും കേട്ടോ. ഓക്കെ, സ്കൂളൊന്ന് എഴുതി കിട്ടേ കേട്ടോ അയാളുടെ. അപ്പോ ഒന്ന് ഓർത്ത് നോക്കുക, ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും നിങ്ങൾ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഓർത്ത് നോക്കുക. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നോട്ട് ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾ പഠിക്കാം കേട്ടോ. ബ്രീഫായിട്ട് കറക്റ്റ് ആയിട്ട് നോട്ട് പഠിച്ചു നോക്കുക. ദെൻ തേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, ഒരു സ്റ്റഡി പ്ലാനറിന്റെ ഒരു ഇതും കൂടി ഇന്ന് ഞാൻ ആ ഗ്രൂപ്പിൽ ഇടും കേട്ടോ. ഓക്കെ, അത് പ്രിന്റ് ഒക്കെ എടുത്ത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട്. അത് 12th ആണ് കേട്ടോ, 12th ആണ് ഇടുന്നത്. അപ്പൊ അതൊക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇക്വിലിബ്രിയം തുടങ്ങാം കേട്ടോ. ഓക്കെ, റിവിഷൻ ആണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് റിവിഷൻ ചെയ്തു. ഇക്വിലിബ്രിയത്തിനെ കുറച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് പുതിയ ചാപ്റ്റർ ആയിട്ട് തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം, പുതിയ ചാപ്റ്റർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കുക ഇക്വിലിബ്രിയം അല്ലെ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഴുതിയില്ലേ മൈൻഡ് മാപ്പ് ഉണ്ട് കേട്ടോ, ഫിസിക്സിന്റെ ഉണ്ട്. ഇതിൽ പേര് എഴുതണം കേട്ടോ. ആദ്യം നിങ്ങളെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, വേഗം പറഞ്ഞു. ഡെൽറ്റ ജി ഈക്വൽ ടു, വിവേക് വേഗം പറഞ്ഞു. ഡെൽറ്റ ജി ഈക്വൽ ടു ലാസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് ചോദിക്കൂ കേട്ടോ. അർജുൻ, അമൽ, ഫാഹിം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ആണ് എടുത്തത്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് കിട്ടിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മള് ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഇത് റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എടുക്കുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇക്വിലിബ്രിയത്തിൽ ഫസ്റ്റ് തുടങ്ങുന്ന പോയിന്റ് എന്തായിരുന്നു? ഇക്വിലിബ്രിയത്തില് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് വാട്ട് യു മീൻ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താ? ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ് എന്തായിരുന്നു? ഫിസിക്കൽ ഇക്വിലിബ്രിയം. എന്തായിരുന്നു? ഫിസിക്കൽ ഇക്വിലിബ്രിയം. അതില് ആദ്യത്തെ ഫിസിക്കൽ ഇക്വിലിബ്രിയം വരുന്ന എവിടെയായിരുന്നു? സോളിഡ് ടു ലിക്വിഡ് അല്ലെ. സോളിഡ് ടു ലിക്വിഡ് അല്ലെ. സോളിഡ് എന്ന് പറയുമ്പോൾ എന്താ? ഐസ്. ഓർത്ത് വെക്കുക, അത് ലിക്വിഡ് ആവുമ്പോ വാട്ടർ ആവും അല്ലെ. ആ ഐസ് വാട്ടർ ആകുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? മെൽറ്റിംഗ്. അപ്പൊ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഈക്വൽ ടു തിരിച്ച് ഐസ് അല്ലെ ആവുന്നതിന്റെ പ്രോസസ് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഫ്രീസിങ്. അപ്പൊ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിങ്. അതാണ് സോളിഡ് എന്തായിരുന്നു? ലിക്വിഡ് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. പിന്നെ എന്താ വരും? ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ലിക്വിഡ് അല്ലെ. ലിക്വിഡ് എന്ന് പറയുന്നത് വേപ്പറിലേക്ക് പോകുന്ന ഇക്വിലിബ്രിയം. ലിക്വിഡ് വേപ്പർ ആവുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? വേപ്പറൈസേഷൻ. ഇനി അല്ലെ വേപ്പർ തിരിച്ച് ലിക്വിഡ് ആവുന്ന പ്രോസസ് കണ്ടൻസേഷൻ. അപ്പോ അവിടെ എന്ത് വിളിക്കും? റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ അല്ലെ. അതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് തേർഡ് അടുത്ത ഒരു ഏരിയ വരുന്നത് എന്തായിരിക്കും? സബ്ലിമേഷൻ അല്ലെ. സോളിഡ് ടു ഗ്യാസ് ആൻഡ് ഗ്യാസ് ടു സോളിഡ്. അപ്പൊ എന്ത് വരും? റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് ഗ്യാസ് ടു സോളിഡ്. അങ്ങനെ പറഞ്ഞു പോകും അല്ലെ. ആ രണ്ട് ഏരിയ കൊണ്ടുവരും. ഇത് കഴിഞ്ഞാല് നെക്സ്റ്റ് ഈ സബ്ലിമേഷന്റെ ഈ ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങും.
ആദ്യത്തെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്തായിരുന്നു? കെ സി ആണ് അല്ലെ? കെ സി എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കെ സി ഈക്വൽ ടു കേട്ടോ, ഓക്കെ, കെ സി ഈക്വൽ ടു സി റൈസ് ടു സി ഇൻറ്റു എന്ത് വരും? ഡി റൈസ് ടു ഡി all divided by a raised to a and b raised to b. b raised to b ആണ് ഓർത്ത് നോക്കാം. അപ്പോ ഇതാണ് കെ സിയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. കെ സി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ് കെ പി ഈക്വൽ ടു അല്ലെ? ഓക്കെ, കെ പി പറയുന്നതിന് മുമ്പ് അവര് 2 ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പൊ കെ സി മുതൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ഫേസ്. ആരൊക്കെ? റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ് എക്സിസ്റ്റ് ഇൻ എ സെയിം ഫേസ് അല്ലെ? ഓർത്ത് നോക്കുക. ഗ്യാസ് ആണെങ്കിൽ എല്ലാം ഗ്യാസ് ആയിരിക്കണം. എക്സാമ്പിൾ ഒരെണ്ണമെങ്കിലും ഓർത്ത് നോക്കണം അല്ലെ? ഓർത്ത് നോക്കാം. നമ്മൾ എഴുതിയ എക്സാമ്പിൾ എന്തായിരുന്നു? N2 പ്ലസ് അല്ലെ 3H2 ഗീവ്സ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തില് നമ്മൾ എഴുതിയതാണ്. എന്തായിരുന്നു? N2 പ്ലസ് 3H2 ഗീവ്സ് 3H2 gives അല്ലെ 2NH3. ഇതിലെല്ലാം അതെന്തായിരിക്കും? ഇത് G ആയിരിക്കും, ഇവിടെ G ആയിരിക്കും, ഇത് G ആയിരിക്കും. ഓർത്ത് നോക്കുക. ഇതെല്ലാം ഗ്യാസ് ആയിരിക്കും. ഇതാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഓർത്ത് നോക്കുക. ഇതാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഏരിയ വരും. അടുത്തത് നമ്മൾ പറയുന്ന ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം വരും. എന്തായിരിക്കും ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? ഡിഫറെന്റ് ഫേസ് അല്ലെ? ഓർത്ത് നോക്കുക, ഡിഫറെന്റ് ഫേസ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയത് CaCO3 കാൽസ്യം കാർബണേറ്റ്. അതിനെ ഹീറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? CaO പ്ലസ് CO2. CaO പ്ലസ് CO2. ഇതില് ഈ CaCO3 സോളിഡ് ആണ്, CaO സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഓർത്ത് നോക്കുക. ഡിഫറെന്റ് ഫേസ്. അപ്പൊ ഇത് സോളിഡ്സ്, ഇത് ഗ്യാസ്. അങ്ങനെ വരുന്ന ഡിഫറെന്റ് ഫേസിലേക്ക് വരും അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ ഇപ്പൊ കാണാതെ എഴുതിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. കിട്ടണം. ഓക്കെ അല്ലെ? ഡെറിവേഷൻ. ദെൻ ആ ഡെറിവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കെ പി ആണ്. എന്തായിരുന്നു? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു അത് വേണ്ട, കെ പിയും റിലേഷൻഷിപ്പ് വേണ്ട. അതിനു മുമ്പ് കെ പി ഈക്വൽ ടു ഒരു ഇക്വേഷൻ വേറെ പഠിച്ചല്ലോ, പി സി റൈസ് ടു കേട്ടോ, അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, പി സി റൈസ് ടു സി. പിന്നെന്ത് വരും? പി ഡി റൈസ് ടു ഡി, പി എ റൈസ് ടു എ. പിന്നെന്ത് വരും? പി ബി റൈസ് ടു ബി കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്രയും നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഇത് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഞാൻ ചോദിക്കും. ഇത് സെക്കൻഡ് എക്സാമ്പിൾ ആണ് രണ്ടെണ്ണത്തിന്റെ. ഏതിന്റെയൊക്കെ എക്സാമ്പിൾ ഏതാ പഠിച്ചേക്കുന്നത്? ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്. തേർഡ് പോയിന്റ് ഇത് പറയണം. 3 പോയിന്റ്സ്. ഓക്കെ ആണോ? കാണാതെ എഴുതിപ്പിക്കുമ്പോ കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ ഇന്റർവ്യൂവിൽ കാണാതെ എഴുതും, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതാണ് റിവിഷൻ കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് ഈ 3 എണ്ണം ഓക്കെ ആണോ? മാച്ചോട്ടെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. അതൊരു ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷന് മുമ്പ് ഇക്വേഷൻ ആദ്യം എഴുതിക്കോ, എന്നിട്ട് നമുക്ക് കണ്ടന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ ഡെറിവേഷൻ വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. ഓർഡറിൽ ഇത് പറയാൻ പറ്റണം. റിവിഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങണം കേട്ടോ. ഒരു ചാപ്റ്റർ കൂടി ഇനിയോ ഉള്ളൂ നമുക്ക്. ഏതാ? ഹൈഡ്രോ കാർബൺ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ ഹൈഡ്രോ കാർബൺ എന്ന് നമ്മൾ തുടങ്ങി വെക്കും. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിട്ടാ. എല്ലാ ക്ലാസ്സുകളിലും കുറച്ച് ഏരിയ, ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ കുറച്ച് റിവിഷൻ പോലെ ഇങ്ങനെ നിർത്താം നമുക്ക് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബണും കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കൂളിലിരിക്കുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സാം വന്നതിന് മുമ്പ് കേട്ടോ ഒന്ന് ഇൻഫോം ചെയ്യുക. ഒരാഴ്ചയോ ഒരു 2 ആഴ്ച മുമ്പ് പറയണം. അല്ലാതെ എക്സാം നാളെയാണ് സാറേ ഇന്നെടുക്കുമോ, അങ്ങനെയല്ല. നിങ്ങൾ ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും 1 വീക്ക് മുമ്പെങ്കിലും പ്ലാൻ ചെയ്യണം. കാരണം ഇപ്പൊ വരുന്ന എക്സാമിന് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തായിരിക്കുള്ളൂ അല്ലെ? ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് എക്സാം ആയിരിക്കും മിക്കവർക്കും. അതർത്താൻ കെ വിക്ക് മാത്രമേ വൈകുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാർക്കും എന്തായാലും ഫെബ്രുവരി എക്സാം ഉണ്ടായിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഫെബ്രുവരി 15th ഉള്ളിൽ മിക്കപ്പോഴും എക്സാം ഒക്കെ കഴിയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കാനും റിവിഷനൊക്കെ തുടങ്ങാനും ഇപ്പൊ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പറയണം, ഇൻഫോം ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ.
ഓർത്തോക്ക് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നാളെ ഫിസിക്സ് വെക്കുന്നുണ്ട് കേട്ടോ. റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് സ്റ്റഡി സെക്ഷൻ ആണ്. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പഠിച്ചു വരേണ്ട ഏരിയ ആണ്. അപ്പൊ എല്ലാവരും വരണം കേട്ടോ. ഓർത്തോക്ക നിങ്ങൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഓർത്തോക്ക നിങ്ങൾ പ്രാക്ടീസ് ആക്കണം കേട്ടോ. ഓക്കെ, അല്ലാതെ ഞാനിത് എഴുതുന്നു നിങ്ങൾ കണ്ടിരിക്കുന്നു അതല്ല. അപ്പൊ കണ്ടോ കേട്ടോ, ഇത് കണ്ടോ അയാൾ ഇവിടെ ഒന്ന് പറയാന്ന് പറയുന്നു അല്ലെ, കുറ്റു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റൻസ് ബോർഡിലൊക്കെ എഴുതിപ്പിക്കാം കേട്ടോ, അയാളെ കൊണ്ട് എഴുതിപ്പിക്കാം. ഓക്കെ, അയാൾ റെഡിയാ. ദെൻ അത് കഴിഞ്ഞാൽ അവൻ എഴുതും അല്ലെ. ഓക്കെ ഗുഡ്. സെക്കൻഡ് അവനെ എഴുതിപ്പിക്കാം. ദെൻ ഡെറിവേഷൻ എഴുതും, ഡെറിവേഷൻ എഴുതും. കണ്ടോ, അങ്ങനെ എല്ലാവരും പറയണം കേട്ടോ. നോക്കാം, ഫോർത്ത് വരുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പി ഈക്വൽ ടു എന്തായിരുന്നു? കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഓർത്ത് നോക്കാം, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ ഡെറിവേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ. ഇതില് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ എന്താ വിവേക്? ഡെൽറ്റ എൻ എന്താ? ആരൊക്കെ തമ്മിലുള്ള അടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്രയായിരിക്കും അത്? ഇതും നോക്കാൻ പറ്റൂല്ല, അത് ഗേഷ്യസ് ആയിട്ടുള്ളതിന് മാത്രമാണ് അല്ലെ നോക്കാൻ പറ്റുക കേട്ടോ. ഗ്യാസിന് മാത്രമാണ് ആക്ച്വലി നമുക്കത് നോക്കാൻ പറ്റുക. ബാക്കിയുള്ളത് 1 ആയിട്ട് എടുക്കുക. സോളിഡ് വന്ന് എത്ര എടുക്കണം? 1 കേട്ടോ. അപ്പോ ഡെൽറ്റ എൻ അതാണ് ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി എന്താണ്? ടെമ്പറേച്ചർ കേട്ടോ. ഓർത്ത് നോക്കാം. കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, കെ പി എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ പാർഷ്യൽ പ്രഷർ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ മറക്കരുത്, ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 3 ഏരിയാസ് അല്ലെ. പ്രെഡിക്ട് ദ ഇതായിരുന്നു ആദ്യത്തെ വരുന്നത്. പ്രെഡിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ അല്ലെ. കെ സി ഹയർ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു 1000 ഒക്കെ വന്നാൽ അതിന്റെ മീനിങ് എന്താ? ആരാണ് പ്രീഡോമിനന്റ്? പ്രൊഡക്റ്റ് പ്രീഡോമിനന്റ്. പ്രൊഡക്റ്റ് കൂടുതലുണ്ടാവും അല്ലെ. ഇനി കേസിന്റെ വാല്യൂ വളരെ ലോ ആണെങ്കിൽ അല്ലെ അതെന്തായിരിക്കും? റിയാക്ടന്റ് ആണ് പ്രീഡോമിനന്റ് കേട്ടോ. ഓർത്ത് വെക്കാം. അങ്ങനെ പറയുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇത് കഴിഞ്ഞാല് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ വരുന്നത് ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ കേട്ടോ. മെയിൻ ഏരിയ മാത്രം നോക്കാം. വാട്ട് യു മീൻ ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിളില്? പറഞ്ഞേ. ആദ്യം കോൺസെൻട്രേഷൻ, എഫക്ട് ഓഫ് പ്രഷർ, ടെമ്പറേച്ചർ, അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ഓർ നോഡിയുണ്ട്, കാറ്റലിസ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കാം, കാറ്റലിസ്റ്റ്. അപ്പോ ഇത്രയും ഫാക്ടേഴ്സുകൾ ഉണ്ട്. ആ ഫാക്ടേഴ്സ് വരണ സമയത്ത് എന്താണ് എന്നുള്ളത് ഓർത്ത് നോക്കാം. അപ്പോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ അതെന്താവും? ബാക്ക്വേർഡ് ആകും. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ അതെന്താവും? ഫോർവേഡ് ആകും കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോ ആ സ്ട്രെയിൻ ആണ്. പ്രഷർ എങ്ങനെ നോക്കണം? പ്രഷർ എങ്ങനെയാ നോക്കുക? ഹയർ നമ്പർ ഓഫ് മോൾസ് ടു ലോവർ. പ്രഷർ ഒരു സിസ്റ്റത്തിൽ കൊടുത്താൽ ഹയർ നമ്പർ ഓഫ് മോൾസ് നിന്ന് ലോവറിലേക്ക് പോകും കേട്ടോ. അതാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ N2 + 3H2 ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? ഹൈഡ്രോ കാർബൺ എത്തിയില്ലോ. ഓർഡറിലല്ലേ? റിഡോക്സ് എടുത്തോ? റിഡോക്സ് അല്ലേ? ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് പോർഷൻ ആയി അല്ലേ? നമുക്ക് ഹൈഡ്രോ കാർബൺ ആണ്. കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കാം. ഇവിടെ 1 + 3 എത്രയായി? ടോട്ടൽ 4 ഉണ്ടോ? ഇവിടെ എത്രയുണ്ട്? 2. അപ്പോ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇവിടെ എത്രയുണ്ട്? 4 അല്ലെ. ഇവിടെ ടോട്ടൽ എത്രയാ? 3 + 1. നൈട്രജന്റെ ഫ്രണ്ടിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 1 എന്നല്ലേ അതിന്റെ മീനിങ്. അപ്പൊ എത്രയാ? ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ പ്രഷർ ഈ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്താൽ ഹയർ പ്രഷർ എവിടെയാണ്? റിയാക്ടൻസിന് അവിടെ കൊടുക്കും അല്ലെ. അപ്പോ എന്ത് പറ്റും? ഫോർവേഡ്. ഇതെന്തായി മാറും? ഫോർവേഡ്. ഇവിടെയാണ് ഇതുപോലെ ഹയർ ആണെങ്കിൽ എന്ത് വരും? ബാക്ക്വേർഡ് വരും. അപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഹയർ നമ്പർ ഓഫ് മോൾസിന്ന് ലോവർ നമ്പർ മോൾസിലേക്കായിരിക്കും ഡയറക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തു വെക്കാം. ഇതാണ് ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡെറിവേഷനും കൂടി ഒന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. ഡെറിവേഷൻ കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ എടുത്തിട്ടില്ലല്ലോ. അയനിക് ഇക്വിലിബ്രിയം അല്ലേ പിന്നെ പോയേക്കുന്നത് അല്ലെ? ഓക്കെ. ഓർത്ത് നോക്കാം. ഒരു ഹെൻറീസ് ലോയും കൂടി ഉണ്ട്. വാട്ട് യു മീൻ ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ
solubility of gas in liquid is directly proportional to pressure. സോഡ ഓർത്ത് നോക്കുക. സോഡയിൽ എങ്ങനെയാ പ്രഷർ കൊടുത്തിട്ടല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്? എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുക അവര് അല്ലെ, വാട്ടർ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ സോഡ ഉണ്ടാവും? ഇല്ല. എങ്ങനെ കൊടുക്കണം? ഹൈ പ്രഷറിൽ അല്ലെ. അപ്പൊ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. കണ്ടോ? ഓർത്ത് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെൻറീസ് ലോ കേട്ടോ. P = kh/I എന്നാണ് ഇക്വേഷൻ. അത് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ. +2 അതിന്റെ അതേ ടോപ്പിക് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ്. അപ്പൊ വീട്ടിൽ പോയിട്ട് ഇത് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻ. ഇതിലെല്ലാത്തിനും നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ ചെയ്യേണ്ടത് എല്ലാത്തിന്റെയും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഇൻ ടെക്സ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കുക. അത് ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ കിട്ടും. PH ഒന്നും വന്നിട്ടില്ലല്ലോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം കേട്ടോ. നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇല്ലല്ലോ. അതാ ചോദിച്ചത്. അതൊക്കെ മറ്റേ അയണിക് ഇക്വിലിബ്രിയത്തിന്റെ ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെയാണുള്ളത്. നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഡെറിവേഷൻ ഒന്നുകൂടി എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കാം. ഡെറിവേഷൻ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ, ഇത് നമ്മൾ എടുത്ത് റിവിഷൻ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് എഴുതാൻ നോക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നമ്മള് ഇന്ന് ഗ്രൂപ്പില് കൺസെപ്റ്റ് മാപ്പ് ഇട്ടുണ്ട്. അതിന്റെ പ്രിന്റഡ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ അത് കളക്ട് ചെയ്ത് ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ഒരു എന്താണ് പഠിക്കുന്ന ഒരു മെത്തേഡ് സ്ട്രാറ്റജി മാറ്റാൻ വേണ്ടിയിട്ട് എക്സാം ആയി കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓർത്ത് നോക്കുക. കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം. കറക്റ്റ് ഒരു ചാപ്റ്ററിന്റെ അല്ലെ ടോട്ടൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് അത് വേഗം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഉറപ്പിക്കാം. ദെൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്നാലേ മാർക്ക് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ ഡെറിവേഷൻ കൂടി എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, പറയണോ കേട്ടോ. എന്നിട്ടോ കാര്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി, എഴുതിയാൽ മതി. ഡെറിവേഷൻ അമൻ എഴുതണം കേട്ടോ. കൊടുക്കുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം നമ്മൾ എഴുതുന്ന KC = എന്തായിരുന്നു? ഡെറിവേഷൻ ആണ് C⁻C D⁻D by A⁻A B⁻B. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഞാൻ മാച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മള് 1, 2, 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ കേട്ട് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ മനസ്സിലാവും, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് എഴുതി കഴിയുമ്പോൾ അത് മാച്ച് കളയുന്നിട്ട് എല്ലാവരും എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് KP = എന്തായിരുന്നു? PC⁻C. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, വെറുതെ ഇങ്ങനെ സാധാ ബ്രാക്കറ്റ്. അപ്പോ ഇത് പഠിക്കുമ്പോ ആദ്യം ഇതിങ്ങനെ 2 എഴുതാം. ഇതാദ്യം എഴുതാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. സോ എന്തായിരിക്കും? P = എന്ത് വരും? nRT / V. ഉണ്ടോ? ഓർത്ത് നോക്കാം. ശരിയല്ലേ? Then next P = എന്ത് വരും? nRT നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി. എന്തായിരുന്നു? മൊളാരിറ്റി. മൊളാരിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെ എഴുതിയാൽ അത് മൊളാരിറ്റി എന്നാണ്. അപ്പൊ N/V ക്ക് പകരം എന്ത് കൊടുക്കാം? മൊളാരിറ്റി. കണ്ടോ? ഇതിന്റെ പേരെന്താ? മൊളാരിറ്റി. ഇൻറ്റു എന്ത് വരും? RT. മൊളാരിറ്റി ഇൻറ്റു RT. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നോക്കിയേ, PA അല്ലെ? EA അല്ലെ? അപ്പോ PA = എന്ത് വരും? ഇവിടെ എന്ത് കൊടുക്കും? A അല്ലെ? A × RT എന്നുള്ള രീതിയിൽ വരും. A × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A × RT. ഇതാണ് PA = വരിക. അങ്ങനെയാണെങ്കിൽ PB = എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B × RT. Then PC = CRT. Then PD = അല്ലെ? ഇതുപോലെ തന്നെ എന്ത് വരും? D × RT. അപ്പോ ഇത്രയും വരെ ഇക്വേഷൻസ് വരുന്നത് നമുക്ക് ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3 ടോട്ടൽ. നമ്മള് KP എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ കൺസിഡർ എന്ത് വരും? ഇക്വേഷൻ 2 and 3. കൺസിഡർ ഇക്വേഷൻ
2 and 3. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? കൺസിഡർ ഇക്വേഷൻ 2 and 3. അപ്പോ ഈ സെക്കൻഡ് ഇക്വേഷനിലേക്ക് തേർഡ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പ്രഷർ ഓഫ് എ കണ്ടോ ഇവിടെ, പ്രഷർ ഓഫ് സി, അതിന് പകരം എന്ത് കൊടുക്കണം കണ്ടോ? ഓക്കെ, CRT. അപ്പോ താഴേക്ക് എഴുതി കഴിഞ്ഞാൽ സ്പേസ് കറക്റ്റ് ആവില്ല, ഇവിടെ എഴുതാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ വരും നോക്കാം അല്ലെ? ഓർത്ത് നോക്കാം. KP equal to എങ്ങനെ വരും? KP equal to ഇവിടെ ഈ സി ഉണ്ട്, അപ്പോ CR ഉണ്ടോ, CRT ഓൾ റേസ് ടു എന്ത് വരും ഉണ്ടോ? സി ഉണ്ടോ? ഓർത്ത് നോക്കും. ഇതുപോലെ എന്ത് വരും? DRT ഓൾ റേസ് ടു D ഓൾ ഡിവൈഡഡ് ബൈ ART റേസ് ടു A. Then ഇവിടെ എന്ത് വരും? BRT റേസ് ടു B കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി ഇതില് നിങ്ങൾക്കറിയാം C റേസ് ടു C, D റേസ് ടു D കണ്ടോ? ഇങ്ങനെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? KP ഈക്വൽ ടു C റേസ് ടു C, D റേസ് ടു D, പിന്നെന്ത് വരും? RT റേസ് ടു C പ്ലസ് D അല്ലെ? C പ്ലസ് D ഒരേപോലെ അല്ലേ വരുന്നത്? ഡൗട്ട് ഉണ്ടോ? ഓർത്തോ. RT റേസ് ടു C പ്ലസ് D ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? A റേസ് ടു A and B റേസ് ടു B. Then ഇവിടെ എന്ത് വരും? RT റേസ് ടു C, ഇവിടെ A പ്ലസ് B, A പ്ലസ് B വരും കണ്ടോ? ഓർത്ത് വെക്കാം. ഇനി നിങ്ങൾക്കറിയാം ഈ ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ KC ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? KP ഈക്വൽ ടു എന്ത് വരും? KC ഇൻറ്റു RT റേസ് ടു ഇവിടെ എന്ത് വരും അല്ലെ? C പ്ലസ് D മൈനസ് A പ്ലസ് B. ഇതിനെയാണ് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്. KP ഈക്വൽ ടു എന്ത് വരും? KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ N. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. ഓക്കെ, ഇതിനെയാണ് ഡെറിവേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് ഈ ചാപ്റ്ററിൽ. അതുകൊണ്ട് തന്നെ ഈ ഡെറിവേഷൻ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കുക, ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിൽ പോലും അത് ചോദിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് വരാം. എടുത്തോ? എടുക്കാതിരിക്കൂല, എടുക്കും കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് എടുക്കും എന്തായാലും കേട്ടോ. ഓക്കെ, വേഗം എടുത്ത് എഴുതണം കേട്ടോ, എന്തായാലും ആവശ്യമാണ് കേട്ടോ. വേഗം ഒന്ന് എഴുതി. ഇത് നോക്കിയല്ല, കാണാതെ എഴുതണം. രണ്ട് ഇന്റർവ്യൂല് കേട്ടോ, നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കുക. കാണാതെ എഴുതണം, കാണാതെ എഴുതണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. ഞാൻ ചോദിക്കും കേട്ടോ, ബുക്കിങ്ങിന് കാണിച്ചു തരാനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുതണം. ഓൺലൈനിൽ അർജുൻ, അമൽ ആൻഡ് ഫാഹിം അവരൊക്കെ ഉണ്ട്. മറ്റേ വന്നില്ല. ഞാൻ വീട്ടിൽ വിളിച്ചു പറയും ആ പരിപാടി കേട്ടോ. അത് വേഗം തീർത്തിട്ട് പഠിക്കാൻ നോക്കണം. രണ്ടും വേണം, ബാലൻസ് ആവണം. അല്ലെങ്കിൽ സയൻസ് എക്സിബിഷൻ കഴിയും, നമ്മളുടെ എക്സിബിഷനും കഴിയും അവസാനം. രണ്ടും ബാലൻസ് ആവണം കേട്ടോ. എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കത് എന്ത് കാര്യമല്ല എൻജോയ് ചെയ്യണ്ടേ അല്ലേ? അതൊക്കെ വേണം, നല്ല കാര്യമാണ്, ബെസ്റ്റ് ആണ് അല്ലെ? ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് അല്ലേ പറയാറ്. പക്ഷെ ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ ആവും കേട്ടോ. ഓക്കെ, വൈകിയാലും വരാൻ പറയണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്റെ ഫ്രണ്ട് അല്ലേ? അത് കേട്ടാ മതി, അത്രയും കേട്ടാ മതി, ഇനി ഒന്നും പറയാം കേട്ടോ. ബാക്കി ഞാൻ ശരിയാക്കി വേണം. ഓൺലൈനിൽ എഴുതി കഴിഞ്ഞ ആൾക്കാർ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, മെസ്സേജ് അയക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക.
നിങ്ങൾ ഇത് ഡെറിവേഷൻ ഒന്നും ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യുക, എന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. കുഞ്ഞ് എറേഴ്സ് വന്നാലും ഒന്നും ഇഷ്യൂ ഇല്ല, ബോർഡിൽ വെച്ചേക്കുന്ന അതാണ്. എന്നിട്ട് നിങ്ങളൊന്ന് കാണാതെ ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും സ്റ്റക്ക് ആവും മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് നോക്കിയിട്ട് എഴുതരുത് കേട്ടോ, കാരണം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇത് റിവിഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് എല്ലാവരും അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും മെയിൻ ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനുള്ള ഇവിടെ വരുമ്പോ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ഇവിടെയുള്ള കുട്ടികൾ എഴുതിയിട്ട് കാണിച്ചു തരുമ്പോ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും, അപ്പോഴല്ല, അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക, റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എഴുതി തുടങ്ങണം കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞു അല്ലേ? ഗുഡ്. നീറ്റായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. ഇവിടെ ബ്രാക്കറ്റ് ഇടണം കേട്ടോ, ആർട്ടിക്ക് ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. കുഴപ്പമില്ല. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മുടെ ചാപ്റ്റർ തെർമോഡൈനാമിക്സിന്റെ ഒരു എക്സാം എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്നാൽ മതി. നിങ്ങൾ ഇവിടെ വന്ന ആ ടൈം ഒന്നും കളയാനില്ല. ഓരോ ചാപ്റ്റേഴ്സിന്റെ എക്സാം ആയിട്ടുള്ളത് ഞാൻ ഗ്രൂപ്പിലിടും. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺവീനിയന്റ് ടൈം അനുസരിച്ച് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഓർത്ത് വെക്കാം. അത് കഴിയുമ്പോൾ അതിന്റെ ആൻസർ ക്യൂ അയച്ചു തരും കേട്ടോ. നമുക്കൊന്ന് വാലുവേറ്റ് ചെയ്യാനാണ് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലാതെ മാർക്ക് കാണിച്ച് അങ്ങനെ കറക്റ്റ് കൊണ്ടുവരാനല്ല. എല്ലാ ചാപ്റ്ററിന്റെയും നമുക്ക് അങ്ങനെ ഒരു ചെറിയ എക്സാംസുകൾ ഇതിന് പാരലായിട്ട് പോകണം കേട്ടോ, റിവിഷന്. എങ്കിൽ മാത്രം മാർക്ക് ആവുള്ളൂ. എന്നെ സ്മോൾ വേണം കേട്ടോ, ക്യാപിറ്റലാണോ? ക്യാപിറ്റൽ സ്മോൾ എൻ കൊടുക്കും, സ്മോൾ എൻ ആണ് കേട്ടോ. ഡെൽറ്റ സ്മോൾ എൻ ആയിരിക്കും കേട്ടോ എപ്പോഴും. ഇപ്പൊ ഇവിടെ പ്ലസ് ആവരുത് കേട്ടോ, പ്ലസ് വരരുത് കേട്ടോ, പ്ലസ് അല്ല കേട്ടോ. ആർക്കി ബേസ് സി പ്ലസ് ഡി കേട്ടോ. കേട്ടോ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ വീണ്ടും. സ്റ്റക്കായ ശരിയാ. കെ പി ഇക്വൽ ടു ഇനി എന്താ, കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ. അത്രയല്ലേ ഉള്ളൂ. എന്ത് പറ്റി പെട്ടെന്ന്? കേട്ടോ, റൈറ്റ്. ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അർജുൻ കംപ്ലീറ്റ് ചെയ്തോ? ഇവിടെ ഓഫ്ലൈനിൽ എല്ലാവരും കാണിച്ചു, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഓൺ ആക്കാൻ നിർബന്ധിക്കാത്തതിന്റെ കാരണം നിങ്ങളുടേത് റൈറ്റിംഗ് അർജുൻ എസ് ആർ എന്ന് പറഞ്ഞു. ഇത് രണ്ടുപേരും റെസ്പോണ്ട് ചെയ്തു. ഫാഹിം റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അമൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഫിനിഷ് റൈറ്റിംഗ് ഓക്കെ, അമൽ റെസ്പോണ്ട് ചെയ്തു. ഫാഹിം മോനെ റെസ്പോണ്ട് ചെയ്യണം. ഫിനിഷ്ഡ് ഓക്കെ, ഫൈൻ, റെസ്പോണ്ട് ചെയ്തു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ട്രസ്റ്റ് ചെയ്തിട്ടാ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. പാരലായിട്ട് നമുക്ക് റിവിഷൻ പോകണം. ഇനി നമുക്ക് ഒരു ചാപ്റ്റർ ഉള്ളൂ, അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഹെഡിങ് എഴുതി വെച്ചേ, ഹൈഡ്രോ കാർബൺ കേട്ടോ. ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ചേ, ഹൈഡ്രോ കാർബൺ കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചു, ഹൈഡ്രോ കാർബൺ. ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കാം, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിന്റെ പേര് ഹൈഡ്രോ കാർബൺ. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിലെ ഹെഡിങ്സുകൾ കേട്ടോ നമുക്കൊന്ന്
ഓർഡറിലുള്ള ചാപ്റ്ററിന്റെ കണ്ടന്റുകൾ ഒന്ന് പറയാം. ഹൈഡ്രോ കാർബണിന്റെ കുറച്ച് ടോപ്പിക് നമ്മൾ ഇതിനു മുമ്പ് ചാപ്റ്ററിൽ എഴുതിയതാണ്. അതിന്റെ അതേ കണ്ടിന്യൂഷൻ തന്നെയാണ്. 3 ഹൈഡ്രോ കാർബൺസുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഹൈഡ്രജനും കാർബണും ഉള്ളത്. ആൽക്കെയിൻ, പിന്നെന്തായിരിക്കും ആൽക്കീൻ, പിന്നെന്തായിരിക്കും ആൽക്കൈൻ. അങ്ങനെ 3 ഹൈഡ്രോ കാർബൺ. പിന്നെ ബെൻസീൻ ബേസ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകൾ, അതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഫസ്റ്റ് തുടങ്ങുന്നത് എന്ത് തന്നെയായിരിക്കും? ഹൈഡ്രോ കാർബണില് ആൽക്കെയിൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കുക, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ എഴുതി വെച്ചേ. എന്നിട്ട് ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ആൽക്കെയിൻ. ഫസ്റ്റ് ആൽക്കെയിൻ. ടോട്ടൽ കണ്ടന്റ് ഓർഡറിന്റെ ചാപ്റ്ററിൽ പറയാം. ഫസ്റ്റ് ആൽക്കെയിൻ എന്ന് പറയുമ്പോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നിങ്ങൾ 10th മുതലൊക്കെ കേട്ടു തുടങ്ങുന്നത്. നിങ്ങൾ എന്തായിരുന്നു? അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ? ആണോ? സാച്ചുറേറ്റഡ് കേട്ടോ. സിംഗിൾ ബോണ്ട് എല്ലാം എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെ? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ജനറൽ ഫോർമുല എന്തായിരിക്കും? CnH2n+2 കേട്ടോ. ഇത് നിങ്ങൾ 10th പഠിച്ച കാര്യമാണ്. ജനറൽ ഫോർമുല എന്ത് വരും? CnH2n+2. ഇനി ശ്രദ്ധിക്കുക, 11th ഏത് ചാപ്റ്റർ പഠിക്കുന്ന പോലെ ഇത് നിങ്ങൾ ഓർഡർ കംപ്ലീറ്റ് പഠിച്ചാൽ ഇതിന് ലാസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ വരുന്ന എല്ലാ റിയാക്ഷനും ഇന്റർ കണക്റ്റഡ് ആണ്. +2ലും കണക്ഷൻ വരും. അതുകൊണ്ട് മാത്രമാണ് ഇത് ടഫ് ആകുന്നത്. എല്ലാ കണക്ഷനും ഇങ്ങനെ വരും, ഇന്റർ കണക്ട് ചെയ്ത് വരും. അപ്പോ ഇതിലുള്ള റിയാക്ഷൻസുകളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോ അതിൽ ആദ്യം വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആയിരിക്കും. എന്താ വരാൻ പോകുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിനിൽ ഒരു ഹെഡിങ്ങുകൾ ഉണ്ടാവും. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, അങ്ങനെ പറഞ്ഞിട്ട് ഫ്രം ഡീകാർബോക്സിലേഷൻ, ഇങ്ങനെ പറഞ്ഞ ഹെഡിങ്സുകൾ ഉണ്ടാവും. പക്ഷെ അതിലുള്ള എല്ലാ റിയാക്ഷനും ഈ ചാപ്റ്റർ ലാസ്റ്റ് എത്തുമ്പോൾ ഇന്റർ കണക്ട് ചെയ്ത് വരും. അത് മാത്രമേ ഉള്ളൂ 11th നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ഏരിയ. അത് പഠിക്കാനായിട്ടൊരു മാപ്പ് മെത്തേഡിങ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഒരു മാപ്പൊക്കെ വെച്ച് ഇങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യും. അത് ആയി കഴിയുമ്പോൾ മാർക്ക് വന്നോളും കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് എഴുതി വെച്ചോട്ടോ, ആൽക്കെയിൻ. അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. വേഗം എഴുതി പോകണം കേട്ടോ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സെക്കൻഡ് പോയിന്റ്, ജനറൽ ഫോർമുല. എന്തായിരിക്കും ജനറൽ ഫോർമുല? CnH2n+2. CnH2n+2. ജനറൽ ഫോർമുല CnH2n+2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരൊക്കെ എന്താ? CH4. എന്തായിരുന്നു പേര്? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയല്ലേ? മീഥേൻ. പിന്നെ ഇതില് C2 എത്ര H വരും? 6. അപ്പൊ എത്രയായിരിക്കും? ഈഥേൻ അല്ലെ? എങ്ങനെ പോകും? അങ്ങനെയാണെങ്കിൽ C8 H എത്ര വരും? വേം പറഞ്ഞേ. H10 ആണോ? C8 ആണ് ഞാൻ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, 2 × 8 എത്രയാ? 16 + 2 എത്ര വരും? 18 കേട്ടോ. ഓർത്ത് നോക്കാം, H18. അതെ, എങ്ങനെ 10 കിട്ടിയേ? ഓർത്തോ, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, അതല്ല നിങ്ങളുടെ വ്യൂ എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾ എന്തുകൊണ്ട് അത് ആലോചിച്ചു എന്നാണ് ഞാൻ ആലോചിക്കണേ. അല്ലാതെ നിങ്ങൾ ഓക്കെ ഇങ്ങനെ പോവുകയാണ് അല്ലെ? ഓക്കെ, ഇതില് ഈ ടോപ്പിക്കില് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ടെക്സ്റ്റില്. അത് ഐസോമർസ് ആണ് ആക്ച്വലി. നമ്മൾ 10th പഠിച്ച അതേ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? 10th പഠിപ്പിച്ച പോസിബിൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് പെന്റേൻ. അതെവിടെ പഠിച്ചിട്ടുണ്ട്? 10th കാർബൺ ആൻഡ് കോമ്പൗണ്ട്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിവിടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അതാണ് പെട്ടെന്ന് നോക്കുന്നത് കേട്ടോ, ഹൈഡ്രോ കാർബണില്. അപ്പോ ഈ ടോപ്പിക്കിൽ നിന്ന് അതാണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 9.1 ഒന്ന് എഴുതി വെച്ചേ. പ്രോബ്ലം 9.1. പ്രോബ്ലം 9.1 കേട്ടോ. പ്രോബ്ലം 9.1 ഷോർട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. മോളിക്കുലർ ഫോർമുല C6H14. മോളിക്കുലർ ഫോർമുല ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്.
molecular formula C6H14. Molecular formula C6H14. Molecular formula C6H14. C6H14. Write the possible structural isomers and their IUPAC name. Write the possible structural isomers and their IUPAC name. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വരക്കുന്ന മെത്തേഡും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എങ്ങനെ വരക്കുന്നു എന്നുള്ള രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറൽ ഐസോമേഴ്സ് വരക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിന്റെ നോമൻക്ലേച്ചറും വേണം അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ എത്ര കാർബൺ ഉണ്ട് അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. ഫസ്റ്റ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. അങ്ങനെ വന്നാൽ അതെന്താ സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ഐസോമേഴ്സും വേറെ ഏതൊക്കെ ഉണ്ട്? 4 പറഞ്ഞേ. സ്ട്രക്ചറൽ ഐസോമേഴ്സ് എത്ര ഉണ്ട്? 4 ഉണ്ട്. ഏതൊക്കെയാ? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. അത് കഴിഞ്ഞാൽ പിന്നെന്തായിരുന്നു? സ്റ്റീരിയോ ഐസോമറിസം, 2 ടൈപ്പ്, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അത് ഇതിനു മുമ്പത്തെ ക്ലാസ്സിലാണ്. അപ്പോ അവിടെ നിന്ന് വന്നേക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ചോദിക്കും, ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഈ ചാപ്റ്ററിൽ കേട്ടോ. അതുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ വരക്കുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. ഈ 6 കാർബൺ ഇതിങ്ങനെ വരക്കാം. ഓർത്ത് നോക്കാം. ഹൈഡ്രജൻ ഇപ്പൊ വേണ്ട. ഓക്കെ, ഒരെണ്ണം കൂടി കൊടുക്കാം. രണ്ടാമത് സെക്കൻഡ് കേട്ടോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോ എത്ര കാർബൺ ഉണ്ട്? 6 കേട്ടോ. ഓർത്ത് നോക്കാം. വിവേക് ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ് മറന്നു പോകും. 6 കാർബൺ അല്ലേ, അതിൽ നിന്ന് 1 കാർബൺ കുറച്ചാൽ എത്ര കിട്ടും? 6 കാർബണിൽ നിന്ന് 1 കുറച്ചാൽ 5. ആ 5 ഇങ്ങനെ ഓർഡറിൽ വരക്കാം. എന്നിട്ട് ഇവിടെ എൻഡിൽ കൊടുക്കാൻ പാടില്ല. എൻഡിൽ കാർബൺ കൊടുക്കാൻ പാടില്ല. എൻഡുകളിൽ കേട്ടോ, ഈ എൻഡുകളിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെ കൊടുക്കാം കേട്ടോ. ഓർത്തോക, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ 1 2 3 4 5 കണ്ടോ. ഓർത്തോക. അപ്പൊ ഇത് സെക്കൻഡ് പൊസിഷൻ ആണ്. ഇനി ഇവിടെ കൊടുത്താൽ എന്താവും? തേർഡ് പൊസിഷൻ ആവും. ഇത് ഓർത്ത് നോക്കുക. ഇതാണ് 1 2 3 ഐസോമേഴ്സ് ആയി. ഇനി നെക്സ്റ്റ് 1 കാർബൺ കൂടി കട്ട് ചെയ്യാം. അപ്പൊ എത്രയോ? 1 കാർബൺ കൂടി കട്ട് ചെയ്താൽ എത്രയോ? ഇപ്പൊ ടോട്ടലി 5 അല്ലേ. 5 എന്ന് പറഞ്ഞ കൂടി കട്ട് ചെയ്താൽ എന്തായിരിക്കും? 4. 1 2 3 4 കണ്ടോ. ഓർത്ത് നോക്കാം. ഇനി എന്തായിരിക്കും? 5 6 കണ്ടോ. ഓർത്ത് നോക്കാം. ഇതാ അനദർ നെയിം ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഫിഫ്ത്ത് 1 2 3 4 ഇവിടെ ഒരെണ്ണം കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കാം. ആണോ. ഓർത്തോ. അപ്പോ ഇതിന്റെ പരമാവധി കേട്ടോ നമുക്ക് ടൈപ്പായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഇത്രയാണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്കിനി ഐസോമേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർത്തോ. ഇവിടെ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാലും ലോങ് ചെയിൻ വരുമ്പോൾ അത് 4 ആയിട്ട് തന്നെ എടുത്തു പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇവിടെയും എത്രയാണ്? 5 ആണോ വന്നേക്കണേ? 6 ആണോ നോക്കട്ടെ. 5 വരെ ഉള്ളൂ കണ്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് 5 ഐസോമേഴ്സ് നമ്മൾ അതിന്റെ എടുത്തു. ഇനി ഇതിന്റെ H വെച്ച് ഫില്ല് ചെയ്യണം. H ഇവിടെ എത്രയാ കൊടുക്കാം? 3. എന്തുകൊണ്ടാണ്? കാർബണിന്റെ വാലൻസി 4 ആണ്. അതിൽ ഒരു ബോണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി എത്രയാണ്? 3 കണ്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് ഓർത്ത് നോക്കുക. ഈ കാർബണിന്റെ വാലൻസി 1 2 2 ബോണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് CH2. ഇത് അറിയില്ലെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഓർത്ത് നോക്കുക. CH2 ലാസ്റ്റ് CH3. ഇവിടെ CH3 ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ എത്ര ഹൈഡ്രജൻ പ്ലേസ് ചെയ്യണം? CH ഒരെണ്ണം മതി കണ്ടോ. ദെൻ വിവേക് ഇവിടെ എത്രയായിരിക്കും? CH. അടുത്ത തന്നെ എത്ര? CH. ഡൗട്ട് ഇല്ല നിങ്ങൾക്ക്? കേട്ടോ. വേഗം വരച്ചു തുടങ്ങിക്കോ കേട്ടോ. ഓക്കെ, എല്ലാവരും വരച്ചു.
ഇനി ഓരോന്നിന്റെ പേരുകളാണ്. ഇത് 6 ആണ്. 6 വരുമ്പോ ഇതിന്റെ പേരെന്തായിരിക്കും? ഹെക്സെയിൻ. 6 വന്ന ഹെക്സെയിൻ. ഇത് ഓർത്ത് നോക്കാം. സെക്കൻഡ് പൊസിഷനാണ് CH3 വന്നേക്കുന്നത്. കണ്ടോ? ഓർത്ത് നോക്കുക. ഇതിന്റെ നോമൻക്ലേച്ചർ 1 2 3 4 5. സെക്കൻഡ് പൊസിഷനിൽ CH3 വന്നാൽ 2 methyl എന്ത് വരും? പെന്റെയിൻ. 2 methyl പെന്റെയിൻ. ഇവിടെ നോക്കുക. കേട്ടോ? ശരി, താങ്ക് യു. ഇതെന്തായിരിക്കും? 1 2 3 4 5 അല്ലെ? അപ്പൊ എന്തായിരിക്കും? 3 methyl പെന്റെയിൻ. തേർഡ് പൊസിഷനിലാണ് മീഥൈൽ അല്ലെ? നമ്മളതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു 5 floor ഉള്ള ഒരു ഫ്ലാറ്റില് തേർഡ് പൊസിഷനിലാണ് ഇയാൾ നിൽക്കുന്നത് എങ്കിൽ 3 methyl. അല്ലാതെ ഇത് 3 ടൈം ഉണ്ടെന്നല്ല അതിന്റെ മീനിങ് അല്ലെ? അതിന്റെ പൊസിഷൻ ആണ് പറയുന്നത്. 3 methyl തേർഡ് കാർബണിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 3 methyl. ഇതെന്തായിരിക്കും? ഇതിന്റെ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ചെയ്യണം. കാരണം എന്താ? ലോവസ്റ്റ് റൂൾ അല്ലെ? ചെയിനിൽ ലോവസ്റ്റ് നമ്പർ കിട്ടണം. അതുകൊണ്ട് 1 2 3 4 പറഞ്ഞോ. ശരിയാ മോനെ? 2,2 കേട്ടോ. എങ്ങനെ എഴുതണം? 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ കേട്ടോ. എന്റെ ഒപ്പം എഴുതി പോകണം കേട്ടോ. ബ്യൂട്ടൈൻ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അടുത്ത എന്തായിരിക്കും? 1 2 3 4. അപ്പൊ എങ്ങനെയായിരിക്കും? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇതാണ് മാക്സിമം നമുക്ക് ഐസോമേഴ്സ് എടുക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. വേഗം എഴുതി 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ചോദിച്ചു. ഇവിടെ H കൊടുക്കണം അല്ലെ? ശരിയാ. CH2 കേട്ടോ. ഇനിയും പുതിയ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എങ്ങനെയായിരിക്കും? എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. 3 C ആണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇവിടെ C കൊടുത്തു, ഇവിടെ C കൊടുത്തു അല്ലെ? പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇവിടെ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റാം. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് വരും? 1 2 3 4 ഉണ്ടോ? 5 6. ഇപ്പോഴും ഇവിടെ ഈ പേരിന്റെ വരാം. മനസ്സിലായി? എൻഡിൽ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കേട്ടോ. ഇതെപ്പോഴും ട്രൈ ആൻഡ് എറർ ആണ് അല്ലെ? ട്രൈ ചെയ്യാം, അപ്പൊ എറർ വരും, അപ്പൊ വീണ്ടും മാറ്റി വീണ്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് ഐസോമറിസം എപ്പോഴും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഐസോമറിസം ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഓർത്ത് നോക്കുക. ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഹൈഡ്രോ കാർബൺ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. ഓർമ്മയുണ്ടോ? എന്തൊക്കെ എഴുതി? ആൽക്കീൻ, ആൽക്കൈൻ, ഹാലജൻ, ആൽക്കഹോൾ, അങ്ങനെ എഴുതി പോയി നമ്മൾ അല്ലെ? എന്നിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങിയത് തന്നെ കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ അത് തന്നെ ഇവിടെ റിപ്പീറ്റേഷൻ ആണ് ആക്ച്വലി കുറച്ച് കേട്ടോ. ഓക്കെ, കേട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞു കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും എഴുതി കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. കാണാൻ പറ്റുന്ന തന്നെ കരുതണേ. താഴേക്ക് എഴുതിയിരിക്കുന്നത് കാണുന്നതാണ്. നമുക്ക് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ, ANE കേട്ടോ. ഓർത്ത് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. ANE.
അതിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് അല്ലെ. ഈ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് നമുക്ക് സിംഗിൾ ബോണ്ട് കിട്ടണം. അതാണ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണില് നമ്മൾ ആദ്യം എഴുതുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതിലൊരു ഇക്വേഷനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ പേര് ഈഥീൻ അല്ലെ. ഓർത്ത് നോക്കുക, ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ H2. ഇതിന്റെ അവിടെ റിഡക്ഷൻ ആയിട്ട് നിക്കലോർ പലേഡിയം. നിക്കലോർ പലേഡിയം ഇത് നിങ്ങൾ 10th പഠിച്ച ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ? എന്താണ്? ഹൈഡ്രജനേഷൻ അല്ലെ. ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഒരു H ഇവിടെ നിന്ന് ഇവിടെ പോവും, ഒരു H ഇവിടെ പോവും. കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. നിക്കലോർ പലേഡിയം. സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3 ആവും. അപ്പൊ എവിടെ ഡബിൾ ബോണ്ട് കണ്ടാലും ട്രിപ്പിൾ ബോണ്ട് കണ്ടാലും ഇതുപോലെ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ നമുക്കത് സിംഗിൾ ബോണ്ട് ആക്കി വെക്കാൻ പറ്റും കേട്ടോ. വേഗം എഴുതി വെച്ചു, വേറെ ഒന്നുമില്ല കേട്ടോ. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതില് ഇവിടെ ഇത് എഴുതി വെക്കാം. താഴെ ഇവിടെ എഴുതി വെക്കുക. ഇതിന്റെ പേരെന്തായിരിക്കും? ഹൈഡ്രജനേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ എന്നൊന്ന് എഴുതി വെക്കാം, വേറെ ഒന്നുമില്ല. അപ്പൊ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കുക, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. സെക്കൻഡ് ഹെഡിങ് ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലജൻ അല്ലെ. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ അതൊക്കെ ഹൈഡ്രോകാർബൺ ചെയിനിൽ ഉണ്ടാവും. അപ്പൊ അതിന് ക്ലോറിനൊക്കെ മാറ്റിയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. ആൽക്കൈൽ ഹാലൈഡ് on reduction, alkyl halide on reduction, alkyl halide on reduction, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, except fluorine, except fluorine. ഫ്ലൂറിനെ ചെയ്യാൻ പറ്റില്ല. alkyl halide on reduction, ബ്രാക്കറ്റിൽ except fluoride, ബ്രാക്കറ്റിൽ except fluoride. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കുക. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അവിടെ എഴുതി വെക്കുക, ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ് ബ്രാക്കറ്റില് ആൽക്കൈൽ ഹാലൈഡ് ഓൺ റിഡക്ഷൻ, ആൽക്കൈൽ ഹാലൈഡ് ഓൺ റിഡക്ഷൻ വിത്തിൻ ബ്രാക്കറ്റില് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്, എക്സെപ്റ്റ് ഫ്ലൂറൈഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. with zinc and dilute hydrochloric acid, with zinc and dilute hydrochloric acid, with zinc and dilute hydrochloric acid gives alkanes, gives alkanes, gives alkanes. ആണ് gives alkanes. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആൽക്കൈൽ ഹാലൈഡ് on reduction with the zinc and dilute hydrochloric acid gives alkane. Okay, എന്നിട്ട് അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എഴുതാൻ പോകുന്നത്. ഈ പുതിയ ബുക്കില് കേട്ടോ. ഓർത്ത് നോക്കുക. ഈ ബുക്കില് കണ്ടമാനം എറർ ഉണ്ട് ഈ ചാപ്റ്ററിൽ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക, പലതിനുമായിട്ട് ഇതിനും ഒക്കെ നന്നായിട്ട് എറർ ഉണ്ട് പുതിയ ബുക്കില്. പഴയ ബുക്കിൽ ഇതില്ല. ഇപ്പൊ വന്നേക്കുന്ന ഈ ബുക്കില് ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിൽ എറർ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇപ്പൊ ഈ എഴുതിയേക്കുന്ന സ്ഥലത്തൊക്കെ എറേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ആ പുതിയ എഡിഷൻ ഇനി അടുത്ത വർഷം വരുമ്പോൾ അവർ മാറ്റുമായിരിക്കും. പഴയ ബുക്കിലെ എറർ ഒന്നുമില്ല കേട്ടോ. നോക്കാം. അപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. പലതിന് എച്ച് ഒക്കെ ഭയങ്കര വ്യത്യാസമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോ CH3Cl കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് CHCl എന്നാണ്. ഇല്ലില്ല, ഈ ചാപ്റ്ററിൽ നിന്നല്ല റിമൂവ് ചെയ്തേക്കണേ. ഒരു ചാപ്റ്റേഴ്സുകൾ തന്നെയാണ് ആ ബുക്കില്. S ബ്ലോക്ക്, P ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല.
കേട്ടോ, ഓർത്ത് നോക്കാം. സിങ്ക് കാറ്റലിസ്റ്റ് ആയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് പോകുന്നതും HCl തന്നെയാണ്, പക്ഷെ ഈ HCl ഇവിടെ ഒരു പ്രസൻസ് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ ചാപ്റ്ററിൽ മാത്രം നിങ്ങൾ ബാലൻസ് ചെയ്യൊന്നും വേണ്ട. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മെയിൻ പ്രൊഡക്റ്റ് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൂ കണ്ടോ. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. DCl എവിടെ പോകും? HCl ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് എഴുതണം നിർബന്ധമില്ല. അതുകൊണ്ട് മെയിൻ കോമ്പൗണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. എഴുതണോണ്ട് കുഴപ്പമില്ല. ഇവിടെ പ്ലസ് HCl. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാർ ഇത് ഇവിടെ ഒരു HCl ഇട്ടുണ്ടല്ലോ. HCl ഇത് ഈ റിയാക്ഷൻ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ ഉള്ളിൽ കുറെ മെക്കാനിസം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. CH3Cl plus H2 gives അല്ലെ, ആ ഗീവ്സിന് നമ്മൾ HCl ഉണ്ട്. CH4 plus HCl. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ അണ്ടറിൽ ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഫ്രം ആൽക്കൈൽ ഹാലൈഡിന്റെ അണ്ടറിൽ വരുന്ന ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ബ്രൂട്ട്സ് റിയാക്ഷൻ ആണ്. ബ്രൂട്ട്സ് WURTZ എന്നാണ് ബ്രൂട്ട്സ് റിയാക്ഷൻ. ഇതിന് താഴെ സബ് ഹെഡിങ് ആയിട്ട് കേട്ടോ, ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്കുക. W ഇത് എഴുതി കഴിഞ്ഞാലേ മാച്ചോട്ടെ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് +2നും ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക ഇപ്പൊ തന്നെ. WURTZ കേട്ടോ, ബ്രൂട്ട്സ് റിയാക്ഷൻ എന്ന് എഴുതി വെച്ചേ. ബ്രൂട്ട്സ് റിയാക്ഷൻ, WURTZ, ബ്രൂട്ട്സ് റിയാക്ഷൻ, WURTZ, ബ്രൂട്ട്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ CH3Cl അതുപോലെ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് ഹയർ ആൽക്കൈൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നോക്കിക്കോട്ടോ, ഇവിടെ CH3Cl ആണ് കൊടുക്കുന്നത്. CH3Cl ഇവിടെ 2 എന്ന് കൊടുത്തു. ഇതിലേക്ക് ഇടുന്ന റിയേജന്റ് Na ആൻഡ് ഡ്രൈ ഈതർ. Na സോഡിയം ആണ് അല്ലെ, ആൻഡ് ഡ്രൈ ഈതർ. Na ആൻഡ് ഡ്രൈ ഈതർ ഇടുമ്പോ ഈ Na ഉണ്ടല്ലോ, ഈ Na ഈ Cl എടുത്തുകൊണ്ട് പോകും. ഇപ്പൊ 2NaCl അവിടെ നിന്ന് പോകും. ഇവിടെ നോക്കുക, 2NaCl, 2NaCl. ഇവിടെ 2Na എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പൊ സോഡിയവും ഡ്രൈ ഈതറും ആണ് വരുന്നത്. 2NaCl പോയി. ബാക്കി എന്തൊക്കെയുണ്ട് നോക്കിയേ. എത്ര CH3 ഉണ്ട്? 2 എണ്ണം അല്ലെ. അത് ഇങ്ങനെ എഴുതും, CH3 സിംഗിൾ ബോണ്ട് CH3, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു CH3 ആണ്. അത് എന്താവും? ജോയിൻ ചെയ്തിട്ട് ഡബിൾ ആവും. ജോയിൻ ചെയ്ത് ഡബിൾ ആവും. അങ്ങനെ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബ്രൂട്ട്സ്. അപ്പൊ ബ്രൂട്ട്സിൽ എന്താ? ഹയർ ആൽക്കൈൻ ഉണ്ടാവും. നമ്മൾ മെത്ത് അല്ലെ, കുറെ മെത്ത് കൊടുത്താൽ അതൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ എന്താക്കി തരും? എത്താക്കി തരും കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൊപ്പ് ഇട്ടാൽ എത്ര കിട്ടും? പ്രൊപ്പിന്റെ ഡബിൾ ആവണം. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3, അതിന്റെ ഡബിൾ എത്രയായിരിക്കും? X. ബ്യൂട്ട് ഇട്ടാൽ എത്ര കിട്ടും? അതിന്റെ ഡബിൾ ആക്ക് ഒക്ടേൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സാമ്പിൾ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ ചോദിക്കുമ്പോൾ അവർ ഇഷ്ടമുള്ളത് ചോദിക്കും. അവർ ചോദ്യം ഇതായിരിക്കും, ക്ലോറോ ഈഥേൻ കൺവേർട്ട് ടു ഹെക്സൈൻ. അപ്പൊ നമ്മൾ ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യേണ്ടി വരും. അതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു കാർബൺ ആണ്. ഞാൻ CH3 CH2 CH2 ClO BRO കൊടുക്കാം. നമുക്ക് BR കൊടുക്കാം. എഴുതുമ്പോ 2Na ആൻഡ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതർ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരാളാണ്. സോഡിയത്തിന് വെള്ളം ഇട്ടാൽ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കും. അപ്പോ അവിടെ അറ്റ്മോസ്ഫിയറിൽ ഡ്രൈ സിറ്റുവേഷൻ വേണം. അപ്പൊ സോഡിയം അവിടെ കൊടുക്കുമ്പോഴും നമ്മൾ മിക്കപ്പോഴും എന്ത് കൊടുക്കും? ഡ്രൈ ഈതർ കൊടുക്കും. ഡ്രൈ ഈതർ അതിലേക്ക് ആദ്യം ഇടും. അപ്പൊ താൻ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ എണ്ണ അതിലേക്ക് ഇടാൻ പോവാണ്. ഇട്ടുമ്പോ തന്നെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡില് ആ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് പറ്റും? ആ ടെസ്റ്റ് ട്യൂബ് പൊട്ടിത്തെറിച്ചു പോകും. നമുക്ക് നടക്കുമോ? റിയാക്ഷൻ തീ പിടിക്കും. പറ്റുമോ? ഇതിന് തീ പിടിച്ച കത്തിപ്പോവില്ലേ? അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമോ? ഇല്ല, കമ്പഷനായി പോകും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യും? ഡ്രൈ ഈതറൊക്കെ ഇട്ട് അല്ലെ ഒരു എന്ത് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും? അൺഹൈഡ്രേറ്റ് കണ്ടീഷൻ. അതിനെന്താ വിളിക്കാം? അൺഹൈഡ്രേറ്റ് കണ്ടീഷൻ. ഓർത്തോ, വാട്ടർ ഒന്നും ഇല്ലാതെ. കാറ്റലിസ്റ്റ് അല്ലാതെ എന്തായിരിക്കും? ഡ്രൈ ഈതർ എന്തായിരിക്കും? അവിടെ വാട്ടർ ഒക്കെ മാറ്റുന്ന അൺഹൈഡ്രസ്. എന്നെയാണ് റിയാക്ടന്റ് ആണത്. എന്നെ റിയേജന്റ് ആണ്. ഈ BRനെ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന റിയേജന്റ് ആണ് എന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. റിയേജന്റ്. അപ്പോ ഇവിടെ എന്ത് വരും?
ഓർത്ത് വെക്കാം, ഇവിടെ ഓർത്ത് വെക്കാം, ഇവിടെയും 2 ഉണ്ടാകും. അപ്പോ 2 തന്നില്ലെങ്കിലും ഇത് എക്സസ് ആണെന്ന് ഓർത്ത് വെക്കണം. ഇപ്പൊ തന്നെ ഉണ്ട് 3 അല്ലേ, 3 ഡബിൾ ആയ എത്രയാവും? 6. CH3 CH2 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 CH3 പ്ലസ് 2NaBr. 2NaBr. അപ്പൊ ഫ്രൂട്ട്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഡബിൾ ആകുന്ന റിയാക്ഷൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ 2 എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് വേർഡിൽ എഴുതണം. 2 എക്സാമ്പിൾ എഴുതി വെക്കാം. അപ്പൊ ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ് അല്ലെ, ആൽക്കൈൽ ഹാലൈഡ് ആണ്. പക്ഷെ എന്ത് കിട്ടും? ഹയർ ആൽക്കൈൻ, വലിയ ആൽക്കൈൻ ആണ് കിട്ടുക. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഉണ്ടോ? എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം. ഹാലജൻസ് മാറ്റാം, ബ്രോമിൻ, ക്ലോറിൻ അല്ലെ, അത് മാറി വരാം. പക്ഷെ ഇതെല്ലാത്തിലും ഇതുണ്ടാവും കേട്ടോ. ഓക്കെ, ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു വേർഡിൽ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഇനി എന്റെ താഴെ എഴുതി കേട്ടോ. ഫ്രൂട്ട്സ് റിയാക്ഷൻ ഡെഫിനിഷൻ എഴുതി വെക്കാം. ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ്സ്, ആൽക്കൈൽ ഹാലൈഡ്സ് on treatment with alkyl halides on treatment with sodium metal, alkyl halides on treatment with sodium metal in dry ether, in dry ether to form higher alkanes, to form higher alkanes. Alkyl halides on treatment with sodium metal in dry ether to form higher alkane. To stop this reaction is known as Wurtz reaction. This reaction is known as Wurtz reaction. Alkyl halide on treatment with sodium metal in dry ether solution give higher alkanes. This reaction is known as Wurtz reaction. കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഇതാണ് തേർഡ് മെയിൻ ഹെഡിങ്. ഫ്രം കാർബോക്സിലിക് ആസിഡ്, ഫ്രം കാർബോക്സിലിക് ആസിഡ്, ഫ്രം കാർബോക്സിലിക് ആസിഡ്. അതിന്റെ താഴെ സബ് ഹെഡിങ് ഉണ്ട്, ഡീകാർബോക്സിലേഷൻ, ഡീകാർബോക്സിലേഷൻ. സബ് ഹെഡിങ് ഡീകാർബോക്സിലേഷൻ, അണ്ടർലൈൻ ചെയ്യുക. ഡീകാർബോക്സിലേഷൻ അവിടെ എഴുതി വെക്കുക കേട്ടോ. ഡീകാർബോക്സിലേഷന്റെ ഡെഫിനിഷൻ എഴുതാം, എന്നിട്ട് എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ഡീകാർബോക്സിലേഷൻ എന്റെ താഴെ എഴുതി വെക്കുക. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, sodium salt of carboxylic acid, sodium salt of carboxylic acid on heating with soda lime, on heating with soda lime, sodium salt of carboxylic acid on heating with soda lime, ബ്രാക്കറ്റിൽ എഴുതി വെക്കാം NaOH plus CaO. സോഡ ലൈം എന്ന് പറഞ്ഞാല് NaOH plus CaO, കാൽസ്യം ഓക്സൈഡ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡിനെയാണ് വരുന്നത്. അപ്പൊ NaOH plus CaO ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, gives, soda lime gives alkenes containing, alkenes containing ആണ് കേട്ടോ, ആണ് കേട്ടോ. alkenes give alkenes containing one carbon atom, one carbon atom less than the carboxylic acid, one carbon atom less than the carboxylic acid, one carbon atom less than the carboxylic acid. ഇവിടെയും ഈ ഇതിലൊക്കെ എറേഴ്സ് ഉണ്ട്. ഇവിടെ NaOH പകരം MaOH എന്നാണ് എഴുതിയേക്കണേ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത് കണ്ടോ, ബുക്കിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കും, ഇനി അത് കണ്ടൊക്കെ പേടിക്കാനും നോക്കണ്ട. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു എറേഴ്സ് കണ്ടമാനുണ്ട് ചാപ്റ്ററിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ എറർ ഉണ്ട് ഞാൻ പറഞ്ഞു, Hലൊക്കെ. അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു എറേഴ്സ്
ഈ പുതിയ പ്രിന്റിലേ ഉള്ളൂ. അതിനു മുമ്പത്തെ വന്നേക്കുന്ന ഒരു എഡിഷനിലും അങ്ങനെ വരാറില്ല. അത് ടൈപ്പ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന എറർ ആയിരിക്കണം. CH3COH കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക. CH3COH ഇതാണ് കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡിലേക്ക് നമ്മൾ NaOH ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിലേക്ക് NaOH ആണ് ഇടുന്നത്. അപ്പോ ഈ Hനെ അത് റീപ്ലേസ് ചെയ്യും. HOH കൂടി H2 പോവും. ഇത് CH3COONA പ്ലസ് H2. ഇതാണ് ആദ്യം ഉണ്ടാവുന്നത്. ഇതിനെയാണ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇതെന്താ വിളിക്കുന്നത്? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഞാൻ അടുത്ത് എഴുതാണ്. സോഡിയത്തിനായിട്ട് അതിനെ വിളിക്കുന്ന ജനറൽ നെയിം ആണ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, CH3CONA. ഇതിലേക്ക് നമ്മൾ സോഡാ ലൈം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? NaOH ആൻഡ് പറയേ CaO ഉണ്ടോ? അതെടുക്കുക. എന്നിട്ട് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ഉണ്ടോ? ട്രയാങ്കിൾ കൊടുത്താലും മതി. ഹീറ്റ്. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, CH3 ഉണ്ടല്ലോ, അതിന് പകരം അത് CH4 ആവും പ്ലസ് Na2CO3 ആവും. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇവിടെ എത്ര കാർബൺ ഉണ്ടായി? 1 2 ഉണ്ടോ? എത്താണ്. ഇതെന്താവും? മീഥേൻ. അപ്പോ ഇവിടെ എത്തെടുത്താൽ ഇതെന്താവും? മീഥേൻ. അപ്പൊ പ്രൊപ്പ് എടുത്താൽ എന്ത് കിട്ടും? പ്രൊപ്പ് എടുത്താൽ ഒരെണ്ണം കുറയും. ഒരെണ്ണം കുറഞ്ഞാൽ എന്താവും? ഈഥേൻ കിട്ടും. പെന്റ് എടുത്താൽ എത്ര കിട്ടും? 5 ഒരെണ്ണം കുറഞ്ഞ ബ്യൂട്ടേൻ ആകും. കണ്ടോ? ഓർത്ത് നോക്കാം. പെൻ 5 കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ, സോഡിയം എത്തനോയേറ്റാ, അല്ലെങ്കിൽ ഇത് എത്തനോയിക് ആസിഡാ. ഇത് കണ്ടോ, എത്തനോയിക് ആസിഡ്. ഇവിടെ എന്താ കിട്ടുന്നേ? ശ്രദ്ധിച്ചേ, മീഥേൻ. അപ്പൊ ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നേരെ ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുള്ള് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വേഗം എടുത്ത് എഴുതിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതുക കേട്ടോ. ഡീകാർബോക്സിലേഷൻ എക്സാമ്പിൾ ആണ്. വേഗം എടുത്ത് എഴുതാം. നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് എത്താണെങ്കിൽ മീഥേൻ, പ്രൊപ്പാണെങ്കിൽ ഈഥേൻ. കണ്ടോ? ഓർത്ത് നോക്കാം. ഹെക്സ് ആണെങ്കിൽ എന്ത് കിട്ടും? ഹെക്സ് എത്ര? 6. ഒരു കാർബൺ കുറഞ്ഞിട്ട് അതെന്താവും? പെന്റേൻ ആകും. അപ്പൊ എല്ലാ സ്റ്റെപ്പുകളിലും 1 കാർബൺ ഡിക്രീസ് ചെയ്യും. അതാണ് ഡീകാർബോക്സിലേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷനിൽ ഒരു കാർബൺ ഡിക്രീസ് ചെയ്യും. അതാണ് ഓർത്ത് നോക്കേണ്ടത്. ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ. നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിൽ തന്നെ വേറൊരു ടൈപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് എഴുതിയില്ല ഇവിടെ വരെ? എന്റെ താഴെ എഴുതി നോക്കാം. കോൾബ്സ്, KOLBS ആണ്. കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. ഇതിൽ തന്നെ വേറൊരു മെത്തേഡ് കൊണ്ടുവരാൻ പോവാണ് നമ്മള്. കോൾബ്സ്, KOLBES, കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് ഇവിടെ എഴുതി വെക്കുക. an aqueous solution of sodium or potassium salt of an aqueous solution of sodium or potassium salt of an aqueous solution of sodium or potassium salt of carboxylic acid, an aqueous solution of sodium or potassium salt of carboxylic acid എഴുതിയോ? an aqueous solution of sodium or potassium salt of carboxylic acid on electrolysis gives alkane containing even number of carbon atom
electrolysis gives alkane containing even number of carbon atom at the anode. ആനോഡിൽ ഈവൻ നമ്പർ ഓഫ് ആയിട്ടുള്ള കോമ്പൗണ്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് പറയുന്നത്. കാഥോഡിൽ ഹൈഡ്രജനും വരും. ഇപ്പോ ഇവിടെ ചെയ്യുന്നത് അക്വസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ അല്ലെ. ഓക്കെ, അപ്പൊ ഇതില് വരുന്ന ഈ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യും. അത് വാട്ടർ ആഡ് ചെയ്ത് എന്താ, അക്വസ് ആണ്. ഓൾറെഡി വാട്ടർ ഉണ്ടാവും കേട്ടോ, എന്നാലും അവര് വാട്ടർ ഒന്ന് എടുത്ത് പറയും. ഇതിലേക്ക് അവര് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി കേട്ടോ, ഫുൾ ആയിട്ട് എഴുതി വെക്കാം. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അതിനെന്താ വിളിക്കുക, ഇലക്ട്രോലിസിസ് അല്ലെ. ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രോലിസിസ് അങ്ങനെ എഴുതി വെക്കുക. ഇത്രയും വരെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കിട്ടും എന്നാ പറയുന്നേ, ആനോഡിൽ എന്ത് കിട്ടും, ആനോഡിൽ ഈവൻ നമ്പർ അല്ലെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതില് കിട്ടുന്ന, ആനോഡില് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് CH3 സിംഗിൾ ബോണ്ട് CH3. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവിടെ ആനോഡാണ്, ആനോഡില് നമുക്ക് കിട്ടുന്നതാണ് CH3 സിംഗിൾ ബോണ്ട് CH3. ഇനി ഇതിന്റെ താഴെ കേട്ടോ, ഇവിടെ നേരെയാണ് പ്ലസ് CO2 കിട്ടും, പ്ലസ് ഹൈഡ്രജൻ എന്തിലാ കിട്ടുന്ന, കാഥോഡ് കേട്ടോ, ഓർത്ത് നോക്കുക, കാഥോഡ് പ്ലസ് ബാക്കി ഇവിടെ Na ഒക്കെ ഉണ്ട് അല്ലെ. NaOH ആണ് റിമൈനിങ് ആയിട്ട് വരുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് NaOH. വേഗം കേട്ടോ. ആനോഡ് നിങ്ങൾ 10th ഓർമ്മയുണ്ടാവും, ക്ലോർ ആൽക്കലി പ്രോസസ്. ബ്രൈൻ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അല്ലെ, ഹൈഡ്രജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്, അതുപോലെ ലാസ്റ്റ് NaOH കിട്ടും. അതേ പാറ്റേണിൽ തന്നെയാണ് ആക്ച്വലി വരുന്നത്, പക്ഷെ ഇവിടെ മാത്രം വ്യത്യാസം ഉണ്ടാവും. ആനോഡിൽ എന്ന് പറയുന്നത് കേട്ടോ, ആനോഡ് എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. CO2 H2 ഇതൊക്കെ ഗ്യാസ് ആണ് അല്ലെ, ഇതൊക്കെ ഗ്യാസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇതും ഗ്യാസ് തന്നെയാണ്. അപ്പാരോ കൊടുക്കുമ്പോൾ ഗ്യാസ് ആണെന്ന് ഓർത്ത് നോക്കുക. ഹൈഡ്രജനും ഗ്യാസ് ആണ് അല്ലെ. ഡൗൺ ആരോ CO2 അവിടെ വരില്ല. ഡൗൺ ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് പറ്റും, താഴെ പോയി പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന സബ്സ്റ്റൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പാരോ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറലി എന്താണ്, ഗേഷ്യസ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൊങ്ങിക്കിടക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. നോർമലി ഇപ്പോൾ G എന്ന് കൊടുക്കുക അല്ലെങ്കിൽ അപ്പാരോ കൊടുക്കുക, അത് ഗ്യാസ് ആണ് എന്നുള്ള രീതിയിൽ വരും കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇവിടെ ആനോഡിൽ നടക്കുന്ന ഇക്വേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വരും. ആനോഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആനോഡിൽ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ കണ്ടു, ഇതാണ്. ഇത് എങ്ങനെ കിട്ടുന്നു, ഈ കാർബൺ ഡൈ ഓക്സൈഡും അവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയായിട്ടാ സ്പ്ലിറ്റ് ചെയ്യാം, CH3 COO മൈനസും Na പ്ലസും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതില് CH3 CO മൈനസും Na പ്ലസും ആയിട്ടാണ് സ്പ്ലിറ്റ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യം ഈ CH3 COO മൈനസ് അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോ ഉണ്ടോ, ഓർത്ത് നോക്കാം. C ഡബിൾ ബോണ്ടോ ഇവിടെ O മൈനസ്, ഇത് വരുന്ന സ്പ്ലിറ്റിംഗ് ആണ് വരുന്നത്. 3 സ്റ്റെപ്പിലായിട്ടാണ് കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഓർഡറിൽ തന്നെ കൊണ്ടുപോകാം നമുക്ക്. അങ്ങനെ ഓർഡറിൽ വന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കും, ഇലക്ട്രോൺ ഇതിലേക്ക് കൊടുക്കും. അങ്ങനെ ഇലക്ട്രോൺ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി വരും. അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോൺ വന്ന സമയത്ത് ഇലക്ട്രോൺ ഇല്ലേ ഇതിലേക്ക് കൊടുക്കും വരുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാല് ഇത് CO2 ഇല്ലേ, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ നോക്കിയേ കണ്ടോ, ഇവിടെ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും, ബോണ്ട് ബ്രേക്ക് ചെയ്യും. അത് ഹോമോലിറ്റിക് ക്ലീവേജ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഹെട്രോലിറ്റിക് ക്ലീവേജ് ഉണ്ട്. ഹോമോലിറ്റിക് ഉണ്ട്, ഹെട്രോലിക്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ വേറെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ രീതി തന്നെ എഴുതി പോയാൽ മതി. ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട്, അപ്പോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതിക്കോ കേട്ടോ, ഓർത്ത് 2CH3 ഡോട്ട് വരും പ്ലസ് 2CH എന്ന് പറഞ്ഞ് ഇവിടെ ബ്രേക്ക് ചെയ്താ ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തില്ലേ. 2 സ്റ്റെപ്പ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഹോമോലിറ്റിക് എന്ന് പറഞ്ഞാല് ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ, ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ അതിനെന്ത് വിളിക്കും, ഹോമോലിറ്റിക്. ഹെട്രോലിറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അൺഈക്വൽ ആയിട്ടായിരിക്കും. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, താൻ അല്ലെ ഒരു 1000 rupees, ഞാനും 1000 rupees ഇട്ടിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണം,
അല്ലെ? അങ്ങനെ വേണം. അല്ലെങ്കിൽ പറയാം തനിക്ക് അല്ലെ വിവേകൻ പറയാം സാർ എടുത്തോ 1000 എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം അല്ലെ? അപ്പൊ എനിക്ക് വളരെ ഹാപ്പി ആവും. പോകാൻ പറയാം അല്ലെ? ഒരാൾക്ക് കൊടുക്കും, അത് തന്നെ ഒരാള് ആ രീതിയിൽ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബ്രേക്ക് ചെയ്യൂല. അപ്പൊ ഈ ഡോട്ട് കിട്ടില്ലേ, ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് ഇലക്ട്രോൺ വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഫ്രീ റാഡിക്കൽ കേട്ടോ. ഓർത്തോ, ഫ്രീ റാഡിക്കൽ എന്താ പറയുന്നത്? ഫ്രീ റാഡിക്കൽ. ദേ ഈ ഡോട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതെന്താ CO2 ആയി പോകും. അപ്പൊ എന്തൊക്കെ കിട്ടും? ഇത് 2 കൊടുത്തേക്കാം. അപ്പൊ 2CH3. ഇവിടെ നോക്കാം, ഡോട്ട് എഴുതാതിരിക്കരുത് കേട്ടോ. പ്ലസ് CO2. ഇവിടെ നിന്നാണ് CO2 ഗ്യാസ് പോകുന്നത് കേട്ടോ. ഇത് അവിടെ റിലീസ് ചെയ്ത് എത്ര CH3 ഉണ്ട് കേട്ടോ. CH3 ഡോട്ട് പ്ലസ് CH3 ഡോട്ട് എന്ത് പറ്റും? ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാ. ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 കേട്ടോ. ഒന്ന് വേഗം ഒന്ന് എഴുതി വെച്ചു. അപ്പൊ ആനോഡിൽ നടക്കുന്ന കാര്യമാണത്. ആനോഡിൽ കേട്ടോ. അപ്പൊ ഇക്വേഷൻ ഇതാണ്. ഇത് എങ്ങനെ ഉണ്ടായി കേട്ടോ? ഇലക്ട്രിസിറ്റി ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു. ആ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം CH3CO- Na+ ഉണ്ടാവും. അതിന് ഇലക്ട്രോൺസ് അല്ലെ സപ്ലൈ ചെയ്യണ സമയത്ത് അതിൽ എന്തുവരും? ക്ലീവേജ് എന്ന് പറഞ്ഞ ബ്രേക്ക് ഡൗൺ ആണ്. അങ്ങനെ ഹോമോലിറ്റി ക്ലീവേജ് ആണ്. ഹോമോലിസിസ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? വേഗം എഴുതുക കേട്ടോ. എനിക്ക് അതോടെ കാര്യം കൂടി പറയാം നമുക്ക്. അത് കഴിഞ്ഞ് തീർന്നു. ഏതോ എന്നെ ചോദിച്ചോ, ഇത് ഫ്രീ റാഡിക്കൽ കേട്ടോ. ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ. റെഡ് ലൈൻ ബ്രേക്കിംഗ് കാണിച്ചതാണ് മോനെ, ഹോമോലിസിസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ. ഓർത്തോക്കാം, ഇത് ഹോമോലിറ്റി ക്ലീവേജ് അവിടെ എങ്ങനെ നടക്കും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും കേട്ടോ. ഓർത്തോ, ഹോമോലിറ്റി ക്ലീവേജ്. ഇനി കാഥോഡ് കേട്ടോ. കാഥോഡിൽ ആരാ വരുന്നത് നോക്കിയേ? ഹൈഡ്രജൻ ആണ് അല്ലെ? കാഥോഡിൽ ഹൈഡ്രജൻ ആണ്. അതെങ്ങനെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കാഥോഡില് അവർ പറയുന്ന H2O എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യും? H+ ആൻഡ് പറയേ OH-. ഓർത്തോട്ടെ, ഈ H+ലേക്ക് ഇലക്ട്രോൺസ് ഇപ്പൊ 2 H+ ആണെന്ന് കരുതാം. ഇത് 2 കൊടുത്താൽ അല്ലെ? ഇവിടെ 2 വരും, ഇവിടെ 2 2H+ ആണെന്ന് കരുതാം. 2 × 2 4. അപ്പൊ 2H+. ഈ ഇതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് 2 H+ ഡോട്ട് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെയും അവര് ഇലക്ട്രോൺസ് കൊടുത്തിട്ട് ഹോമോലിറ്റിക് ക്ലീവേജിലാണ് വേണ്ടത്. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഹോമോലിറ്റിക് ക്ലീവേജ് ആണെന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഇവിടെ കിട്ടുമ്പോൾ അവർ പറയുന്ന 2H ഡോട്ട് ആണ്. ഇവിടെയും OH ഡോട്ട് വരും. അങ്ങനെ വരുമ്പോൾ H ഡോട്ട് പ്ലസ് H ഡോട്ട് എന്ത് വരും? H2 ഡോട്ട് എഴുതി വെച്ചു. ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് കാഥോഡിലും വരും കേട്ടോ. അപ്പൊ ആനോഡില് കണ്ടു, കാഥോഡിൽ കണ്ടു കേട്ടോ. ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് എന്ത് വരുന്നത്? ആൽക്കെയിൻ കേട്ടോ. ഓർത്തോ, നമ്മുടെ ചാപ്റ്ററിൽ പോകുന്നത് കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തു. എന്നിട്ട് ഏതൊക്കെ പഠിച്ചു നോക്കിയേ നമ്മള്. ഫസ്റ്റ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അല്ലെ? ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അവിടെ എന്തായിരുന്നു? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 പലേഡിയം ഓർ നിക്കൽ. അപ്പൊ എന്ത് പറ്റും? CH3 സിംഗിൾ ബോണ്ട് CH3. സെക്കൻഡ് എന്തായിരുന്നു? ഫ്രം ആൽക്കൈൽ ഹാലൈഡ് അല്ലെ? ആൽക്കൈൽ ഹാലൈഡിൽ എന്താ ചെയ്തേ? CH3Cl പ്ലസ് Zn ആൻഡ് HCl അല്ലെ? അപ്പൊ എന്ത് പറ്റി? CH4 അല്ലെ? ഒന്നും. അടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്രൂട്ട്സ് റിയാക്ഷൻ. WURTZ ബ്രൂട്ട്സ് എന്താ ചെയ്തേ? ഡബിൾ ആവും അല്ലെ? അങ്ങനെ തന്നെ ഓർത്ത് നോക്കാം. ബ്രൂട്ട്സിൽ എന്തൊക്കെയാ ഇട്ടേ നമ്മള്? Na ആൻഡ് ഡ്രൈ ഈതർ. ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ഹയർ ആൽക്കെയിൻ. എന്താ വരുന്നത്? ഹയർ ആൽക്കെയിൻ. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഫ്രം കാർബോക്സിലിക് ആസിഡ്. അപ്പൊ 3 ഹെഡിങ് ഏതൊക്കെയാ? ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, തേർഡ് എന്തായിരുന്നു? ഫ്രം കാർബോക്സിലിക് ആസിഡ് അല്ലെ? ഫ്രം കാർബോക്സിലിക് ആസിഡ്. 3 ഹെഡിങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ഉള്ളിലാണ് ബ്രൂട്ട്സും ഡീകാർബോക്സിലേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. ഇപ്പൊ പഠിച്ച 2 ഏതായിരുന്നു? ഒന്ന് ഡീകാർബോക്സിലേഷൻ, രണ്ടാമത്തത് കോൾബ്സ് ഇലക്ട്രോലിസിസ്. കോൾബ്സ് KOLBS അല്ലെ? കോൾബ്സ് ഇലക്ട്രോലിറ്റിക് റിയാക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കാം.
മറന്നു പോകരുത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആൽക്കെയിൻ കഴിയും, പിന്നെ ആൽക്കീൻ, അത് കഴിഞ്ഞ ആൽക്കൈൻ, അത് കഴിഞ്ഞ ബെൻസീൻ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ഓർത്തൊക്കെ വരണം കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാം. എക്സാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? മൺഡേ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഒരു ദിവസം കൂടി തന്നേക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. പിറ്റേ ദിവസം കേട്ടോ, ഓർത്ത് നോക്കാം. എല്ലാവർക്കും ആണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാം, എന്നിട്ട് അത് കേട്ടോ ഇൻഡിവിജ്വലി സെൻഡ് ചെയ്യാം അപ്പൊ തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ ചെയ്തു പോകാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ ഇവിടെ വരുത്തി വരുമ്പോ അല്ലെ അത്രയും സമയം പോകും. അപ്പൊ എല്ലാ ചാപ്റ്ററിന്റെയും ഓരോ എക്സാം വെച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പാറ്റേണിലൊക്കെയാണ്. നാളെ ഡിസംബർ നല്ലൊരു അല്ലെ ദിവസമായിട്ട് ഡിസിഷൻ ഒക്കെ എടുത്ത് സ്ട്രോങ് ആക്കി വരണം കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ആ